ഹേ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. വെൽക്കം വേണ്ടി പുതിയ വീഡിയോ സ്വാഗതം. ലെറ്റ്സ് പ്ലേ ആണ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 2. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സംഭവം ഉണ്ടാക്കാൻ പോകുന്ന തയ്യാറെടുപ്പിലാണ്. ഞാൻ കുറച്ച് ടോർച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ വീഡിയോ വൈകണം എന്താ വെച്ചാൽ സ്കൂൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് എപ്പോൾ ഫ്രീ ആവുന്ന അപ്പോഴൊക്കെയാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പറ്റിന് കഴിച്ച് കുഴിയിൽ എന്തോ ഉണ്ട്. എൻ്റെ മോനെ ക്ലീപ്പർ വന്നാൽ നമ്മൾ ഓടും. ഞാൻ മൈനിങ്ങിന് പോകുന്നത് വെച്ചാൽ പക്ഷേ ക്ലീപ്പർ വന്നാണ്ട് ഞങ്ങൾ തിരിച്ചു പോകാം നമുക്ക് കഴിച്ച്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് പ്രശ്നങ്ങൾ പറ്റി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് അവിടെ കാണുന്ന കൗവിന് എല്ലാத்தைയും പിടിച്ചിട്ടതാണ്. ഇതാണ് ഇപ്പോൾ നമുക്ക് കാലത്തെ ബെഡ്. നമ്മുടെ ടോർച്ച് ഓടിക്കട്ടെ. നമ്മുടെ ബ്ലൂ കളർ പൂണ്ടോ എന്നാ നമുക്ക് ബ്ലൂ കളർ ആക്കിയതോ അതാണ്ട്. ഓക്കെ ഓക്കെ പിന്നെ ഞാൻ പൂവെടുത്ത് വെച്ച് പൊട്ടത്തിൽ പൂ എടുത്ത് വെച്ച് ഞാൻ ബെഡിലെടുത്തേക്കില്ല. കാണാൻ അടിക്കില്ല, ഡൈ ആക്കിയില്ല. ഓക്കെ, നമ്മൾ ബ്ലൂ ബെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവർ എടുത്തിട്ടാം, കാരണം നമുക്ക് ആവശ്യം വരും ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ ഇടുന്നു. ബെഡ് കൊടുത്ത് അടുത്ത നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് പഴം കണ്ടു. മൈനിങ് ഏരിയ ഉണ്ടാക്കി. സോ മൈനിങ് ഏരിയ അടിയിലേക്കൊന്ന് പഴം കണ്ടു. 3, 2, 1. Yes. ഇനി ഉണ്ടാവുമോ? സോ ഇനി നെക്സ്റ്റ് ഞാൻ കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അത് കാണും. സോ ഞാൻ അവിടെ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ തലയിൽ തൊപ്പി വെച്ച പോലെ അവനും അവൻ്റെ കൂട്ടുകാരും വന്നത്. ഇനി ഞാൻ അടി അനങ്ങുമ്പോഴേക്ക് നല്ല പണി കിട്ടുമെന്ന് ഡൗട്ട്. ഇതാണ് എൻ്റെ മൈനിങ് ഏരിയ, ഞാൻ നേരത്തെ മുളിച്ച സ്ഥലം. പിന്നെ ഇവിടെ ഫാം. ഞാൻ കുറച്ച് ചെസ്റ്റ് എടുത്ത് വെച്ച്. ഇപ്പം ഞാൻ സ്ക്രൂ ഫുഡ് കിട്ടിയതൊക്കെ അവിടെ നിന്നാണ്. അവിടെ ഒരു സ്ക്രൂ ഫോറസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചത്. പക്ഷേ ഞാൻ ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യന്മാർ കുറച്ച് 1, 2, 3, 4 പേരപ്പോൾ കാണുന്നത്. പക്ഷേ ഇവന്മാർ കൊല്ലുന്നത് നല്ല പണി. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ ഇവിടെ 4 എണ്ണത്തിന് 2 എണ്ണത്തിന് ഒരു ബോട്ടിലും മറ്റേതിന് 2 ബോട്ടിലും വെച്ചു. പിന്നെ ഇനി നമ്മൾ ഒന്നെങ്കിൽ ഇവന്മാരെ കൊല്ലണം, അല്ലെങ്കിൽ ആ ബാനറിലുള്ളവനെ മാത്രം വെച്ചിട്ട് മറ്റേ 3 എണ്ണത്തിനെ കൊല്ലണം. കാരണം ഇനി റെയ്ഡ് നടത്തണമെങ്കിൽ കുടയ്ക്കും. പിന്നെ നമ്മളിപ്പോൾ കൊല്ലാൻ പോവുകയാണ്. പിന്നെ അടിക്കാന്ന് വെച്ചാൽ ഭയങ്കര പണിയായിരിക്കും. ഓ നല്ല അടിയിലുണ്ട്. ഒന്നും കണ്ടില്ല. എന്താ ഗൈസ്, ഇതൊന്നും ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഇമാർ ചിലപ്പോൾ ഇവിടെ ഫുൾ. എൻ്റെ മൂന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓട് ഊലാട്ട്. ഓ എൻ്റെ മോനെ, അപ്പോൾ ഞാൻ അവന്മാരെ പോയി കൊല്ലേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്ന. കാര്യം അവന്മാർ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ബാക്കി ഒരു പണി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൊല്ലണം തന്നെയാണ് നല്ലത്. അപ്പോൾ കൊല്ലണം. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാനും എൻ്റെ കൂട്ടുകാരും ജാവ അടിച്ചും സർവർ തുടങ്ങുന്നുണ്ട്. മൾട്ടിപ്ലെയറാണ്. ഓക്കെ, ഞാൻ കൊല്ലട്ടെ. ചത്ത്. ഞാൻ ബാക്കി കാര്യങ്ങളിൽ കിടക്കാം. ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ഒരു പുതിയ സർവർ മൾട്ടിപ്ലെയർ ജാവ എഡിഷൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ സാധനമൊക്കെ എത്തിയതു. ഇനി നേരെ ഓടിക്കാൻ. പോയി പോലെ ചാൽ. ഈ സാധനം ഇവിടെ ഉണ്ടാക്കിയാണ് നല്ല കൂടെ ഉണ്ട്. ഫുഡ് വേണം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ അമ്മ എന്തായാലും കൊല്ലും. ഞാൻ ഇവിടെ കുറച്ചെല്ലാം മൈൻഡ് നിങ്ങളെ ക്ലിപ്പ് കണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിപ്പ് പോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ വന്നു, ഞാൻ അവരെ കൊല്ലാൻ പറ്റി. അങ്ങനെ ഞാൻ അവരെ കൊന്നു. കൊന്നു കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യില്ല. മോൺസ്റ്റർ ഹണ്ടറിലുള്ളത് ഇപ്പോൾ കിട്ടി. ഞാൻ ആദ്യമായിട്ടൊരു മോൺസ്റ്ററിനെ കൊന്നു. അത് മുമ്പ് തന്നെ ഞാൻ കൊല്ലും ചെയ്തു. പിന്നെ മുമ്പ് ഞാൻ കൊന്നിട്ടേ എല്ലാവരത്തേനും പോലും. ചാൻസ് ഉണ്ടല്ലോ, ഇനി കുറേ സമയമുണ്ടല്ലോ, അപ്പോൾ വിഷമിക്കണ്ട. പിന്നെ ഇനിയിപ്പന്മാരുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ബാനറുള്ളവനെ അടിക്കണ്ടെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ബാനറുള്ളവനെ
കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് നടന്നുമ്പോൾ യൂസ്ഫുൾ ആയിക്കൂല. ഞാൻ അതിൻ്റെ പുറകെ കളിക്കുന്ന ഇടിക്കാം. അയ്യോ 2 അടിയുള്ളൂ. എന്നാ വേണ്ട. ഇവന്മാർ എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലണേ? ഞാൻ പ്യാവല്ലേ. ഒരു മൈനിങ്ങിന് ഇറങ്ങിയതാണ്. ഇപ്പോൾ എനിക്കിത് കണ്ടിട്ട് മറ്റേ സാധനമാണോ ഡൗട്ടുണ്ട്. മറ്റേ പിങ്ക് പർപ്പിൾ അങ്ങനത്തെ സാധനം അത് തന്നെ. ഇതിൻ്റെ ഒച്ച നല്ല രസമാണ് കേൾക്കാൻ. സോ അങ്ങനെ നമ്മൾ ഇതിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധനം എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. ഭാവിയിലുള്ള അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ. എൻ്റെ നല്ല ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അമതെസ്റ്റ്. ഓക്കെ, ഈ ബ്ലോക്ക് കുറച്ച് യൂസ്ഫുള്ളാണ്. നല്ല ബ്ലോക്ക്. നമ്മൾ ഡയമണ്ട് കണ്ടുപിടിച്ച്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് പരിപാടി നമുക്ക് തീർക്കാണ്ട്. പിന്നെ വീടെന്താ സംഭവിച്ചാൽ, സാധാരണ ഞാൻ വീടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് ലേറ്റ് ആയത് എന്താ വെച്ചാൽ കുറച്ച് സംഭവം മെയിനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണം വീട്ടിൽ, അതുകൊണ്ടാണ്. പക്ഷേ വീട് ഞാൻ എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ വേണ്ടിയിട്ടാണ് ഞാൻ വീടുണ്ടാക്കുന്നതാണ്. ഈ സ്ക്രൂസ് അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ക്രൂസ് കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ 1.21 ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പുതിയ ബ്ലോക്ക് ഉണ്ട്. ടഫിൻ്റെ കുറച്ച് ടൈപ്സ് ഓഫ് ബ്ലോക്ക് ഉണ്ട്. എനിക്ക് അത് വെച്ചിട്ടൊരു വീട് പണിയാനാണ് താല്പര്യമുള്ളത്. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ 1.21 അത് കയറ്റും. അപ്പോൾ കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീടുണ്ടാക്കും പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ചെറിയ സ്ക്രൂസും സ്റ്റോണും അങ്ങനെ ചില കുറച്ച് ബ്ലോക്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പറ്റുമെങ്കിലാണ് ഞാൻ മറ്റേ ടഫ് ബ്ലോക്ക് കൊണ്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്രീഡറാണ്. അത് ഇന്നത്തെ അടുത്ത എപ്പിസോഡ് നമുക്കൊരു ബ്രീഡർ ഉണ്ടാക്കണം. പിന്നെ ഇവിടെ ഞാൻ കുറേ സമയം നേരത്തെ വെട്ടിയതുണ്ട്. ആ ബ്ലോക്ക് ഫോമറ്റിസ്റ്റ്. പിന്നെ സ്നോ ഞാൻ അവിടെ നിന്ന് ഷവൽ വെച്ചൊന്ന് വെട്ടിയെടുത്താണ് വെറുതെ കണ്ടപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ വരുന്ന സംഭവമൊക്കെ നമുക്ക് ഹോപ്പർ വെച്ച് ചെയ്യാം. അയൺ ഫാം ഉണ്ടാക്കി കഴിയുമ്പോൾ ഹോപ്പറൊക്കെ വെച്ച് ഓട്ടോമാറ്റിക് പറ്റുമെങ്കിൽ ഓട്ടോമാറ്റിക് പിന്നെ ചെയ്യാം. സാധാരണ നമുക്ക് അയൺ കിട്ടിയതിന് ശേഷം ഇവിടെ ഹോപ്പർ വെച്ചിട്ട് ഒന്ന് ചെയ്യാം. ഇപ്പം തന്നെ ഒരു സ്റ്റാക്ക് 9 ആയി. ഞങ്ങൾക്കൊന്ന് തിരിച്ചിങ്ങനെ നട്ടേം കാര്യം ആവശ്യം ഉണ്ടാകുന്നതാണിത്. അപ്പോൾ 4 മതി. ഓക്കെ, 4 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പകരം ഇവിടെ ഇത് നട്ടു കൊടുക്കാം. ഇതാ വീണ്ടും വീണ് 5 ഓക്കെ, നമ്മളത് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 7 ഒരു സ്റ്റാക്കും 7 സ്ക്രൂസ് ഇതാ വീണ്ടും. ഇതാണ് പണി. നമ്മളിങ്ങനെ ഹോപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഹോപ്പർ വന്നിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ചെസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്പ്രൂസിൻ്റെ വുഡ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സംഭവം സ്ക്രൂസ് കൊണ്ട് പിടിക്കുന്നുണ്ട്, സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ മൈനിങ്ങിലേക്ക് സ്ക്രൂസ് കൊണ്ട്. ഇനി എൻ്റെ പ്ലാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ നടുവിലൊരു സ്റ്റെപ്പ് വെക്കും. സൈഡിൽ 2 സൈഡും. ഒരു സൈഡിൽ നമ്മുടെ പവർ റെയിലും മറ്റേ സൈഡിൽ സാധാ റെയിലും. കുറച്ചധികം പ്ലാനിങ് ഉണ്ട് അവിടെ. അതിൽ നല്ല പ്ലാനിങ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഓട്ടോമാറ്റിക് പ്ലാൻസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോറി, 11 സ്ക്രൂസ് ഭയങ്കര കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ മറ്റേ സെർവർ വരുന്നുണ്ട്. അതൊരു സർവൈവൽ സീരീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതും ആ ഒരു സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോത്തിലേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.